ആബേലച്ചൻ്റെ കൂടെ പോകുന്നു, അവിടെ ചെറിയ വഴക്കും തല്ലും ഉണ്ടാക്കുന്നു. ആര്? അശോകൻ ഉണ്ടാക്കിയില്ല. പിന്നെ അത് കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ തല്ലും ഉണ്ടാക്കുന്നു. അശോകനൊരു സമാധാന പ്രിയനെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രേക്ഷകരൊന്നും തെറ്റിദ്ധരിക്കരുത്, പിള്ളേർ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ന്യായം പറയാൻ വേണ്ടി അശോകനോട് എത്തും. അതെത്തും. അതാണ് അശോകൻ്റെ പ്രത്യേകത. അതെ അതെ. അത് ആര് വഴക്കുണ്ടാക്കിയാലും ശരിയാണ്. നമുക്കവിടെ ഇടപെടാൻ പറ്റുന്നതാണോ എന്ന് തോന്നിയാൽ ഞാൻ അവിടെ ഇടപെടും. പക്ഷെ ആബേലച്ചനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിച്ച ഒരു പാരമ്പര്യമുള്ള അപൂർവം കലാകാരന്മാരിലൊരാളാണ് ഈ ഹരിശ്രീ അശോകൻ. ഞാൻ കയറ്റിയതല്ല, അതൊക്കെ നിമിത്തം. നേരത്തെ പറഞ്ഞു നിമിത്തം എന്ന് പറഞ്ഞില്ലേ? കയറ്റിയതല്ല, കയറ്റിച്ചത്. കയറിയതാ, ഞാൻ കയറ്റിയതല്ല. അയ്യോ, സത്യം ഇതാണ്. അതിൻ്റെ അത് ഈ കലാഭവനിൽ നിൽക്കുന്ന സമയത്ത് സിദ്ദിഖില്ലാതെ അതിന് പകരമാണ് ഗാനമേളയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന എന്നെ മിമിക്സ് പരേഡിലേക്ക് കയറ്റുന്നത്. മിമിക്സ് പരേഡിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്നും സിദ്ദിഖ് പറയുന്നുണ്ട്, സിദ്ദിഖിന് പകരം എടുക്കാൻ ഒരേ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അശോകനാണ്. എന്നിട്ട് പോലും എന്നെ എടുത്തില്ല. ഞാൻ ഗാനമേളയുടെ ഇൻ്റർവ്യൂവിൽ എന്നെ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം 2-3 നേരം വേറെ എടുത്തതിന് ശേഷമാണ് എന്നെ എടുക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ആണ് ഈ കലാഭവൻ ട്രൂപ്പ് അമേരിക്കയിൽ പോകുന്നത്. അമേരിക്കയിൽ പോകുന്ന സമയത്ത് ഗാനമേളയുടെ ഇൻ്റർവ്യൂവിൽ മിമിക്രി പറഞ്ഞുകൊണ്ടിരുന്ന ഞാനും സുദർശനുമാണ് അമേരിക്കയ്ക്ക് പോകേണ്ടത് ഗാനമേളയുടെ കൂടെ. അതിന് പകരം വേറെ 2 പേര് പരേഡിൽ നിന്ന് പോവുകയാണ്. പോയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ, ലാല്, റഹ്മാൻ, സൈനുദ്ദീൻ, നമ്മൾ അത്രയും പേര് കൂടി നമുക്ക് ഹരിശ്രീയിലേക്ക് പോകാം. അങ്ങനെ ഹരിശ്രീ പോയി പറഞ്ഞപ്പോൾ അവർ അന്നത്തേക്കാൾ കൂടുതൽ ശമ്പളം തരാമെന്ന് പറഞ്ഞു, കലാഭവനേക്കാൾ കൂടുതൽ ശമ്പളം. അതൊക്കെ മോഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ കലാഭവനിൽ ഇതറിഞ്ഞു ഇങ്ങനെയാണ്. അന്ന് അതെന്തൊക്കെയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ വരാമെന്ന് പറഞ്ഞിരുന്ന അവരൊക്കെ അവസാനം വന്നില്ല. അങ്ങനെ ആ സമയത്ത് അതിൽ നിന്ന് ആരൊക്കെ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞാൽ 1-2 പേരെ കളയാനുള്ളത് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ടീം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് വേറെ ആളും മാറിക്കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ടീം നല്ല കറക്റ്റായിട്ട് ഒത്തു കിടക്കുകയാണത്. ഇത് വേറൊരാളൊന്ന് പഠിപ്പിച്ചൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ കലാഭവൻ്റെ പല ഐറ്റംസും നിങ്ങൾ മോഷ്ടിക്കുന്നു, CD ചേർക്കുന്നു, CD ഇറക്കണമെന്നു അച്ഛൻ കേസ് കൊടുക്കുന്നു, അശോകനെ വിളിക്കുന്നു, കോംപ്രമൈസ് ആക്കുന്നു, വീണ്ടും അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കുന്നു. വീണ്ടും എന്ന് പറയാൻ അതിനു മുമ്പ് 2 വട്ടം കയറ്റി. അതിന് 2 വട്ടം കയറി. ഒരു പ്രാവശ്യം കയറ്റി, വാക്ക് പറഞ്ഞ് ധാരണയായി, പിന്നീട് ആ വാക്ക് ലംഘിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അതല്ല. കാസറ്റ് ചെയ്യുന്നത് ഹരിശ്രീയിലേക്ക് പോകുന്നതിന് മുമ്പ് കലാഭവനിലൊരു കാസറ്റ് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ അതിന് എനിക്ക് 2000 രൂപയാണ് അന്ന് റെമ്യൂണറേഷൻ തന്നത്. അന്ന് ഞാൻ എൻ്റെ ഒരു ഐറ്റം ഉണ്ട്, ഒരു മൂന്നാൻ്റെ ഒരു ഐറ്റം, പെണ്ണ് കാണാൻ പോകുന്ന ഒരു ഐറ്റം ഉണ്ട്. പിന്നെ പപ്പുവിൻ്റെ ശബ്ദം, ഊരട്ടൻ പപ്പുവിൻ്റെ ശബ്ദം, അങ്ങനെ കുറേ ശബ്ദങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹരിശ്രീയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു എന്നെ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാനിങ്ങനെ അതിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ കളഞ്ഞിട്ട്, അതെ ഞാൻ തെറ്റുകാരല്ലാത്ത ഒരു ആർട്ടിസ്റ്റിനെ കളഞ്ഞാൽ എനിക്കത് യോജിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും ഇല്ല ചെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ അച്ഛൻ പറഞ്ഞു, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും പോലീസിൽ. അപ്പോൾ അന്ന് അച്ഛൻ കംപ്ലയിൻറ്റ് ചെയ്യും, അല്ല ഞാൻ എന്ത് ചെയ്യാനാണെന്ന് വെച്ചു. അപ്പം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറേണ്ടി വന്നാൽ ഇപ്പോൾ അച്ഛനും കയറേണ്ടി വരും. അങ്ങനെ പറഞ്ഞു അച്ഛൻ. അല്ല, ഒരാൾ മാത്രം കയറിയിട്ട് കാര്യം നടക്കില്ലല്ലോ. അങ്ങനെ കയറേണ്ടി വന്നാൽ അച്ഛനും കയറേണ്ടി വരും. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ കയറ്റുമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ കയറേണ്ടി വന്നു. അശോകൻ കയറി, അച്ഛനും കയറി. കാരണം അതിൻ്റെ അകത്ത് വിഷമം തോന്നാൻ ഒരു കാരണം അറിയാമോ? അത് ഞാൻ പറയുകയാണ് ഇവിടെ. അച്ഛൻ കംപ്ലയിൻറ്റ് കൊടുത്തതിൽ 10,000 രൂപ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. അതൊരിക്കലും ഈശ്വരനോട് പോലും മറക്കാൻ പാടില്ല. അച്ഛനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതിൻ്റെ മുകളിലൊരു ഈശ്വരനുണ്ട്, അച്ഛൻ്റെ മേളിൽ. ആ ഈശ്വരൻ കേൾക്കുന്നുണ്ടത്. കാരണം ഞാൻ 10 പൈസ പോലും അവിടെ നിന്ന് അഡ്വാൻസ് മേടിച്ചില്ല. ഞാൻ മിമിക്രി ചെയ്ത ഒരു കാസറ്റിൻ്റെ 2000 രൂപ വാങ്ങിച്ചു. എന്തായിരുന്നു അശോകൻ്റെ സ്ഥിരം നമ്പറുകൾ? അല്ല, അന്ന് കാസറ്റിൽ വന്നത് ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു മൂന്നാൻ പെണ്ണാണാൻ പോകുന്നു, പിന്നെ പപ്പുവിൻ്റെ ശബ്ദം, പിന്നെ കുറച്ച് സൗണ്ട് എഫക്ട്സ്. ഈ ശബ്ദങ്ങളൊക്കെ ഇപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുമോ? ഇപ്പം ഇല്ല. നമ്മളെന്താ ശബ്ദം അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു നന്നായി ട്രെയിനിങ് വേണം. നല്ല ട്രെയിനിങ് തന്നെയാണ്. കുറേ കാലമായിട്ട് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ശബ്ദം അനുകരിക്കുന്ന ഞാൻ ട്രെയിൻ ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ അശോകനോട് ചോദിക്കാം, അശോക പഴയ കാലത്തിലേക്ക് ഒന്ന് ഊളിയിടാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം ഒന്നും അനുകരിക്കും? ഒന്നും നിവൃത്തിയില്ല. ഇല്ല, അത് വരും, അത് ശരിയാവില്ല. എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോൾ മിമിക്രിയിൽ എന്തെങ്കിലും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ചെയ്യുമ്പോൾ അത് പെർഫെക്ഷൻ ഉണ്ടാവണമെന്ന്.